മക്കളെ, ജെറുസലേം വചനകൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. 2026 രണ്ടാമത്തെ മാസത്തിലെ ഫെബ്രുവരി മാസത്തിലെ ആദ്യ ദിനം. ഇന്നു മുതൽ ഈ മാസം മുഴുവനായിട്ടും കർത്താവിൻ്റെ വചനം ശ്രവിക്കുന്നവർക്ക് പരിശുദ്ധ അമ്മയിലൂടെ, നമ്മുടെ പേരിൻ്റെ വിശുദ്ധയിലൂടെ അനേകം അത്ഭുതങ്ങൾ സംഭവിക്കും. കാരണം ത്യാഗം ആവശ്യമുണ്ട്, തീക്ഷണത ആവശ്യമുണ്ട്. നമുക്കറിയാമല്ലോ, ഒരു വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ അത്ഭുതകരങ്ങളായ അടയാളങ്ങളാണ് സംഭവിക്കുക. ഇന്നത്തെ വചനം ശ്രദ്ധയോടെ കേൾക്കുക. കുഞ്ഞുമക്കളെ, വിദ്യാർത്ഥികളെ, മാതാപിതാക്കന്മാരെ ശ്രദ്ധിക്കുക. ഇന്ന് കർത്താവ് തരുന്ന വചനം എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം. തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. കർത്താവിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പുമാണ് ഇന്ന്. ഈ ഫെബ്രുവരി മാസത്തിലെ ആദ്യ ദിനത്തിൽ കർത്താവാണ് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മുടെ കുടുംബത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നത് പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ വേണ്ടിയിട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മനുഷ്യകരങ്ങളിൽ നിന്ന്, അധരങ്ങളിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള തിന്മയും കടന്നു വരാതെ കർത്താവാണ് നമ്മെ സംരക്ഷിക്കുന്നത്. വചനം പാലിക്കുന്നവർക്ക്, വചനം ശ്രവിക്കുന്നവർക്ക് കർത്താവിൻ്റെ പ്രത്യേകമായ സംരക്ഷണം നമുക്കുണ്ടാകും. ഇപ്പോൾ വിവിധങ്ങളായ സ്ഥലങ്ങളിലിരുന്ന് മക്കളുടെ പരീക്ഷയെക്കുറിച്ച്, അവരുടെ ഭാവിയെക്കുറിച്ച്, അവർക്ക് കുഞ്ഞുങ്ങളില്ലാത്തതിനെക്കുറിച്ച്, കടബാധ്യതകളെക്കുറിച്ച് ഒട്ടനവധി സങ്കടങ്ങളുമായിട്ടാണ് ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ കൂടിയിരിക്കുന്നത്. കർത്താവ് പറയുകയാണ്, ദൈവത്തിൻ്റെ മുമ്പിൽ നിഷ്കളങ്കരും പരിശുദ്ധർക്കും വേണ്ടി അവിടുന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.